DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവായി കേൾക്കുന്നതും എന്നാൽ പലർക്കും വ്യക്തമായി അറിയാത്തതുമായ സർക്കാരിൻ്റെ വായ്പാ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ നബാർഡ് തയ്യാറാക്കി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകൾ വഴിയും ഷെഡ്യൂൾഡ് ബാങ്കുകൾ വഴിയും 1998 അവതരിക്കപ്പെട്ട കാർഷിക വായ്പയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് എല്ലാത്തരം കാർഷിക ആവശ്യങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ പണം ലഭ്യത നൽകുക എന്നതാണ് ഈ വായ്പയുടെ മുഖ്യ ലക്ഷ്യം. 2026 ഈ വായ്പാ പദ്ധതിയിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ഈ കാർഷിക വായ്പാ പദ്ധതിക്ക് എന്തുകൊണ്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ഇത് കർഷകർക്കുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് വായ്പാ സംവിധാനമായതുകൊണ്ട് തന്നെയാണ് ഈ പേര് വന്നത്. അതായത് ഈ വായ്പയോടൊപ്പം ATM കാർഡിന് സമാനമായ ഒരു ഇലക്ട്രോണിക് ക്രെഡിറ്റ് കാർഡും കർഷകന് ലഭിക്കുന്നു. ഈ കാർഡ് ഉപയോഗിച്ച് കർഷകന് എപ്പോൾ വേണമെങ്കിലും പണം ATM വഴി പിൻവലിക്കാനും തിരിച്ചടക്കാനും സാധിക്കും. മിക്ക കർഷകർക്കും പലതരത്തിലുള്ള കാർഷിക വായ്പകൾ ഉണ്ടാകും. ആ വായ്പകളിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ തുകയ്ക്കുമാണ് പലിശ കണക്കാക്കുക. മറ്റ് വായ്പകളെ അപേക്ഷിച്ച് കിസാൻ ക്രെഡിറ്റ് കാർഡിനുള്ള പ്രത്യേകത വായ്പാ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പണം അനുവദിച്ചിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് വായ്പ അക്കൗണ്ടിൽ ഇടുകയും എടുക്കുകയും ചെയ്യാമെന്നതാണ്. ഏതൊരു സമയത്തും എടുക്കപ്പെട്ടിട്ടുള്ള പണത്തിന് മാത്രമേ പലിശ ഈടാക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു കർഷകന് 1 ലക്ഷം രൂപ വായ്പ അനുവദിച്ചുവെന്ന് കരുതുക. ഇത് പ്രത്യേക വായ്പാ അക്കൗണ്ടായി കണക്കാക്കപ്പെടും. അദ്ദേഹം ഏത്തവാഴ കൃഷി ചെയ്യാനാണ് തീരുമാനിച്ചതെങ്കിൽ വളവും മറ്റും വാങ്ങുന്നതിനും കുഴിയെടുപ്പ് തുടങ്ങിയ ചിലവുകൾക്കുമായി ആദ്യഘട്ടത്തിൽ 20,000 രൂപയെ ആവശ്യമുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് ATM വഴി 20,000 രൂപ മാത്രം പിൻവലിക്കാം. 20,000 രൂപയ്ക്ക് മാത്രമേ പലിശ ഈടാക്കപ്പെടുകയുള്ളൂ. എന്നാൽ ആദ്യമേ തന്നെ 1 ലക്ഷം രൂപയും വായ്പാ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ച് സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ അതിൽ നിന്ന് 20,000 രൂപയെ എടുക്കുന്നുള്ളൂ എങ്കിലും വായ്പയായ 1 ലക്ഷം രൂപയ്ക്കും പലിശ ഈടാക്കിക്കൊണ്ടിരിക്കും. അതിനാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അതിന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ എടുക്കാനും അതിൽ തന്നെ തിരിച്ചടക്കാനും ശ്രദ്ധിക്കണം. സാധാരണ വായ്പകളെ അപേക്ഷിച്ച് ഇതിന് പലിശ വളരെ കുറവാണ്. സാധാരണഗതിയിൽ 9% പലിശ നിരക്കെങ്കിലും സർക്കാർ നൽകുന്ന പലിശ ഇളവ് ലഭിക്കുന്നതോടെ ഇത് 7% കുറയും. വായ്പ എടുത്ത തുക നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യമായി തിരിച്ചടക്കുന്ന കർഷകർക്ക് 3% അധിക പലിശ ഇളവ് ലഭിക്കും. ഇതോടെ ഫലത്തിൽ പലിശ നിരക്ക് 4% ചുരുങ്ങുന്നു. 2 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് യാതൊരു ഈടും നൽകേണ്ടതില്ല. അതിനു മുകളിലുള്ള തുകയ്ക്ക് മാത്രമേ ഈട് ആവശ്യമായി വരുന്നുള്ളൂ. വിത്ത്, വളം തുടങ്ങിയവ വാങ്ങാൻ, കൃഷി വിളവെടുപ്പിന് ശേഷമുള്ള ചിലവുകൾക്കും കാർഷിക യന്ത്രങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും KCC വായ്പ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ആട്, പശു, കോഴി, പന്നി വളർത്തൽ, ഉൾനാടൻ മത്സ്യകൃഷി തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധിയിൽ ഉൾപ്പെടുത്തി വായ്പ അനുവദിക്കുന്നുണ്ട്. KCC ഉടമകൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാണ്. കൂടാതെ വിള ഇൻഷുറൻസ് ഈ പദ്ധതിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. വായ്പയുടെ കാലാവധി സാധാരണയായി 5 വർഷമാണ്. ഓരോ വർഷവും വായ്പ പുതുക്കാവുന്നതാണ്. സ്വന്തമായി ഭൂമിയുള്ള കർഷകർ, പാട്ടത്തിന് കൃഷി ചെയ്യുന്നവർ, സ്വയം സഹായ സംഘങ്ങൾ, മൃഗസംരക്ഷണ മേഖലയിലും മത്സ്യബന്ധന മേഖലയിലും ഏർപ്പെട്ടിരിക്കുന്നവർ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം. ആധാർ കാർഡ്, ഭൂമിയുടെ നികുതി രസീത്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ് അപേക്ഷിക്കാൻ വേണ്ട പ്രധാന രേഖകൾ. എല്ലാ പൊതുമേഖലാ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലും ഗ്രാമീണ ബാങ്കുകളിലും കിസാൻ ക്രെഡിറ്റ് കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡിനുള്ള അപേക്ഷാ ഫോമുകൾ ബാങ്കിൽ നിന്നോ കൃഷിഭവനിൽ നിന്നോ ലഭ്യമാണ്. കൃഷി വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്തും ഉപയോഗിക്കാം. എന്നാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയോ ക്രെഡിറ്റ് കാർഡോ കൃഷിഭവൻ വഴി ലഭ്യമല്ല. അതിന് ബാങ്കിനെ തന്നെ സമീപിക്കണം. ഓരോ വിളയ്ക്കും നിശ്ചയിച്ചിട്ടുള്ള ഉൽപാദന വായ്പാ തോതിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ ലഭിക്കുക. കൃഷിസ്ഥലത്തിന്റെ വിസ്തീർണം, ഏത് വിളയാണ് കൃഷി ചെയ്യുന്നത്, ആ കൃഷിയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ, കാർഷിക യന്ത്രങ്ങളുടെ പരിപാലനം, കാർഷികേതര പ്രവർത്തനങ്ങൾക്കുള്ള പ്രവർത്തന മൂലധനം തുടങ്ങിയ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പരമാവധി വായ്പാ തുക നിശ്ചയിക്കുന്നത്. കൃഷി ചെയ്ത് വിളവെടുത്ത് വരുമാനം ലഭിക്കുന്നതുവരെയുള്ള സമയത്തെ കർഷകന്റെ ആവശ്യങ്ങൾക്കുള്ള തുക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നു എന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ പ്രത്യേകതയാണ്. കുറഞ്ഞ പലിശ നിരക്കിൽ 3 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. 2 ലക്ഷം വരെയുള്ള കാർഷിക വായ്പകൾക്ക് പ്രത്യേക ഈട് നൽകേണ്ടതില്ല. കൃഷിസ്ഥലത്തുള്ള വിള തന്നെ ഈടായി പരിഗണിക്കും. 2 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പകൾക്ക് മതിയായ വിലയ്ക്കുള്ള വസ്തു ഈടായി നൽകേണ്ടതുണ്ട്. എടുത്തിട്ടുള്ള തുക പലിശ സഹിതം 1 വർഷത്തിനുള്ളിൽ ഒന്നായോ ഗഡുക്കളായോ അടച്ചിരിക്കണം. ഹ്രസ്വകാല വിളകൾക്ക് 12 മാസത്തിനുള്ളിലും ദീർഘകാല വിളകൾക്ക് 18 മാസത്തിനുള്ളിലുമാണ് പണം തിരിച്ചടക്കേണ്ടത്. ക്രെഡിറ്റ് കാർഡ് വഴി എത്ര തവണ വേണമെങ്കിലും പണം എടുക്കാനും തിരിച്ചടക്കാനും സാധിക്കും. സമയപരിധിക്കുള്ളിൽ കൃത്യമായി വായ്പ തിരിച്ചടച്ചാൽ നിബന്ധനകൾക്ക് വിധേയമായി കൂടുതൽ പലിശ ഇളവുണ്ട്. 2026 കൂടുതൽ മാറ്റങ്ങൾ KCC വായ്പക്ക് വരികയാണ്. അതനുസരിച്ച് PM കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് പരമാവധി എല്ലാവർക്കും തന്നെ KCC കാർഡുകൾ ലഭ്യമാക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിക്കുന്നതിനുള്ള കരട് മാർഗരേഖ റിസർവ് ബാങ്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാർച്ച് 6 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാം. RBI.org.in
എന്ന വെബ്സൈറ്റ് വഴിയാണിത്. വായ്പാ കാലാവധി 6 വർഷമാക്കി ഉയർത്തും. നിലവിലത് 5 വർഷമാണ്. കൂടാതെ KCC വഴി പിൻവലിക്കാവുന്ന തുക കൃഷിക്കുള്ള ചിലവിന് ബാധകമാണെന്ന് ഉറപ്പിക്കാനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ കർഷകർക്ക് കൂടുതൽ തുക വായ്പയായി ലഭിക്കും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഏത് വായ്പ എടുത്താലും അത് കൃത്യസമയത്ത് തന്നെ തിരിച്ചടക്കുക എന്നത് വായ്പ എടുക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. വായ്പാ തിരിച്ചടവിൽ മുടക്കം വന്നാൽ വീണ്ടും ഒരു വായ്പ എടുക്കുന്നതിനെയും കിസാൻ ക്രെഡിറ്റ് കാർഡ് പുതുക്കി കിട്ടുന്നതിനെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.